എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. മസാലകൾ വഴറ്റി അധികം സമയമൊന്നും തന്നെ കളയണ്ട. എങ്കിലും നല്ല രുചിയാണ് കറി കഴിക്കാനായിട്ടും. അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പറ്റിയ ഈ ഒരു സിമ്പിൾ മുട്ടക്കറി എങ്ങനെയാണ് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് മുട്ടക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 4 ചെറിയ സവാളയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 6 പച്ചമുളകും ഒരു 10 അല്ലി വെളുത്തുള്ളിയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് ഈ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കുന്നതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ തുറന്ന സമയത്ത് എളുപ്പത്തിൽ ജോലി തീർക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. സവാളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ മുട്ടക്കറിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 6 മുട്ടയാണ് കേട്ടോ. 6 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് തന്നെ ചേർക്കുവാണ്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 4 ഏലക്കയും 2 ഗ്രാമ്പൂവും ഒരു ബേ ലീഫ് ഒന്ന് കീറിയെടുത്തതും കൂടെ ചേർത്ത് ഇനി ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. സവാള വെന്തു വരുന്ന സമയം കൊണ്ട് 2 കൈപ്പിടി നാളികേരവും 1 കൈപ്പിടിയോളം കാഷ്യൂസുമാണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂസ് ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുത്ത് വെക്കണം. അങ്ങനെ നമ്മുടെ സവാള ഒരു 3 വിസിൽ കൊണ്ട് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് സവാള നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളതും. ഇനി നമുക്ക് ഈ സവാള ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള 6 മുട്ട നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ മുട്ട ഈ ഒരു വറവിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. മുട്ട ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ട കോരി മാറ്റാം. നമുക്ക് ഇതേ എണ്ണയിലേക്ക് 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കുരുമുളക് പൊടി, ഈ ഒരു പൊടികൾ നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. പൊടികൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. പൊടികൾ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സവാള കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ചേർത്ത സവാള നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സവാള കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് സവാളയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഗ്രേവി നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു സവാളയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാനും വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം കറിയുടെ ഗ്രേവി ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും മൂടി തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കറിയുടെ ഗ്രേവിയിൽ നിന്നും എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നാളികേര പാല് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത്രയും കൊഴുപ്പായിട്ടാണ് കറി കിട്ടിയിട്ടുള്ളത്. ഈ കറി ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറി ചെറിയ തീയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതും മൺചട്ടി ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കറി തിളച്ചു പോവാൻ സാധ്യതയുണ്ട്. കറി ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകം പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെരിഞ്ജീരകം പൊടിക്ക് പകരമായിട്ട് പെരിഞ്ജീരകവും ചേർക്കാവുന്നതാണ്. അത് നാം മസാല മുരിക്കുന്ന സമയത്താണ് കേട്ടോ പെരിഞ്ജീരകമാണെങ്കിൽ ചേർക്കേണ്ടത്. ഇപ്പോൾ പെരിഞ്ജീരകം പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മുട്ടക്കറി ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മുട്ട കൂടെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.